നമുക്കറിയാം ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഇത് പൊളിറ്റിക്കൽ അല്ല. ഇതിന്റെ സ്പോക്സ് പേഴ്സൺ സൗരവ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തന്നെയാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്ന തരത്തിലോട്ട് CJP ആഗ്രഹിക്കുന്നില്ല. സൗരവിന്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഇപ്പൊ രാജ്യത്ത് 800ഓളം പാർട്ടികളുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു പാർട്ടി കൂടി വന്നിട്ട് അത് അതൊരു സൊല്യൂഷനായി മാറുന്നില്ല. മറിച്ച് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ചോദ്യം ചെയ്യാൻ വേണ്ട ഒരു സ്ട്രക്ചറൽ പോളിസി മേക്കിംഗ് ആണ് വേണ്ടത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടുന്ന തരത്തിലുള്ള കുറച്ച് മാറ്റങ്ങളും അല്ലെങ്കിൽ ഒരു പ്ലാനുകളുമാണ് ആലോചിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പല സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പതുക്കെ ആലോചിക്കും. ഇന്നലെ ഒരു വലിയ സമരം വിജയിച്ച് വന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഒട്ടുമിക്ക എല്ലാ CJPയുടെ നേതാക്കന്മാരും ഒരു അവധി പോലെ അല്ലെങ്കിൽ അവർ വിശ്രമത്തിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിന്റെ ഭാവി പരിപാടികൾ എന്താണെന്നുള്ളതിന് കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ അല്ല ഭൂരിഭാഗവും. പക്ഷെ ഒരു ക്വസ്റ്റ്യനിങ് ബോഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഇഷ്യൂസിനെ സെറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചറൽ പോളിസി ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിമിഷം, ഇപ്പം ഇതിനകത്ത് നിങ്ങൾ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സംഘടനകൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പിന്തുണയിൽ നിങ്ങൾ പരസ്യമായി നന്ദി പറയുന്നുണ്ട്. നിങ്ങളുടെ ഗൈഡ് ലൈൻസിന് നന്ദി, സഹകരണത്തിന് നന്ദി. ആ നിലക്കുള്ള നിങ്ങളുടെ ഒരു സഹകരണത്തിൻ്റെ സാധ്യതകൾ നിങ്ങൾ തുറന്നിടുകയും ചെയ്യുന്നുണ്ട്. സോ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആവുക എന്ന് വെച്ചാൽ പ്രതിപക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുക എന്ന് കൂടിയാണ് അർത്ഥം. ആ നിലയ്ക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളെ, പ്രതിപക്ഷ കക്ഷികളെ അവരുമായി അസോസിയേറ്റ് ചെയ്ത് പോവുക എന്നൊരു മൂഡിലാണോ ഉള്ളത് CJP? ഇപ്പോഴും അതിനെക്കുറിച്ചും ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു സർക്കാരിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ അത് ബൈ ഡിഫോൾട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട് മാറും, പ്രതിപക്ഷത്തിന്റെ സ്വരമായിട്ട് മാറും എന്ന് തന്നെ പറയാം. പക്ഷെ അത് എല്ലാ പ്രതിപക്ഷത്തും ഒരുപക്ഷെ ഇപ്പൊ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഗവൺമെന്റ് ആണ്, അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ്, പല സംസ്ഥാനങ്ങളിലും BJPയുടെ ഗവൺമെന്റ് ആണ്. അപ്പൊ അങ്ങനെ പലതരത്തിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ജനങ്ങളുടെ ഒരു വോയിസ് ആയിട്ട് മാറുക എന്നുള്ളതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക മുന്നണിയുടെ ഭാഗമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ അല്ല ആസ് ഓഫ് നൗ പ്ലാനിങ്. പക്ഷെ ഇതൊന്നും കോൺക്രീറ്റ് അല്ല. ഇത് CJPയുടെ നേതാക്കന്മാർ വ്യക്തമായിട്ട് പറയണം. ആസ് ഓഫ് നൗ ഇനി ഒരു 800 പാർട്ടികൾ ഇപ്പോൾ ഓൾറെഡി രാജ്യത്തുണ്ട്. ഇനി അതിന് കൂടെ ഒരു പാർട്ടിയുടെ കൂടെ ആവശ്യമില്ല. അതല്ല ഇതിന്റെ സൊല്യൂഷൻ.